ലെബനനും സിറിയയും കഴിഞ്ഞു. ഇനി അടുത്തത് യമൻ. ഇസ്രായേലിന്റെ നീക്കം യമനിലേക്കാണ്. ഹൂത്തികൾ കണ്ടം വഴി ഓടുന്നു എന്നാണ് ഇപ്പോ അറിയാൻ കഴിയുന്നത്. എന്താണ് യമനിൽ നിന്ന് തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിൽ നിന്നും നെതന്യാഹുവിൽ നിന്നും ഒക്കെ യമൻ നേരിട്ട് തുടങ്ങിയോ? അതായത് ഇന്നലെ പുലർച്ചെയാണ് ശക്തമായ ആക്രമണം യമനിന് നേർക്ക് ഇസ്രായേൽ നടത്തിയത്. 60ഓളം വരുന്ന വിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രനാണ് അറ്റാക്ക് നടത്തിയത്. അപ്പോൾ പുലർച്ചെ നടത്തിയ അറ്റാക്കിൽ വലിയ നാശനഷ്ടം യമനിൽ ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് അവിടുത്തെ പവർ സ്റ്റേഷനുകൾ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പവർ സ്റ്റേഷനുണ്ടല്ലോ, എണ്ണ ഉൽപ്പാദക കേന്ദ്രങ്ങൾ, സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട പോർട്ടുകൾ, ഇതെല്ലാം തന്നെ തകർത്തു. അപ്പോൾ ശക്തമായ ആക്രമണം എന്തിനാണ് ഇസ്രായേൽ നടത്തിയെന്നാണ് നമ്മുടെ ചിന്ത. അപ്പോൾ ഹമാസിനെ ആദ്യം ആക്രമിച്ചു. അത് ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ വന്നു. അതിനുശേഷം ചില ഹൂത്തികൾ വന്നു. എവിടെ നിന്നായിരുന്നു? സിറിയയിൽ നിന്ന്. പിന്നീട് ഈ സിറിയയിലെ തന്നെ അതുപോലെ തന്നെ ഇറാഖിലെ ചില മിലിഷ്യകൾ വന്നു. ഇവരെല്ലാം അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ അറിയോ? ഇറാൻ എന്ന് പറയുന്ന അച്ചുതണ്ടിനെ കേന്ദ്രീകരിച്ച് പല മിലിഷ്യകളും പല രാജ്യങ്ങളും പ്രവർത്തിക്കുന്നു. അവരുടെ ആത്യന്തിക ലക്ഷ്യം ജൂതന്മാരെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുക, അവരുടെ ഒരു രാജ്യമായ ഇസ്രായേലിനെ ഇനി അപ്രത്യക്ഷമാക്കി ഇല്ലാതാക്കി കളയുക. ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ യമനിൽ നിന്ന് നടക്കുന്നത്. അതായത് സിറിയയിൽ കനത്ത ബോംബിംഗ് ഇസ്രായേൽ നടത്തി. ഏതാണ്ട് 2-3 ദിവസങ്ങളിലായി നടത്തിയ ആക്രമണത്തിൽ അവിടുത്തെ നാവികസേനയെ കംപ്ലീറ്റ് ആയിട്ട് ഇസ്രായേൽ തകർത്തു. കൂടാതെ കഴിഞ്ഞ 6 മണിക്കൂറിനുള്ളിൽ 60ഓളം ആക്രമണങ്ങൾ ഒരുമിച്ച് ഇസ്രായേൽ നടത്തി. എന്താണെന്ന് വെച്ചാൽ രാസായുധങ്ങളുടെയും മറ്റ് ഇറാൻ നൽകിയ ആയുധങ്ങളുടെയും വലിയ ശേഖരങ്ങൾ, അതുപോലെ തന്നെ ഈ ആർമിയുടെ ചില ബേസ് ക്യാമ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇറാൻ്റെ, അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് HTS എന്ന് പറയുന്ന അവിടുത്തെ വിമതർ പോലും ഇസ്രായേലിൻ്റെ അടുത്ത് ആദ്യമൊന്നും പ്രതികരിക്കാതിരുന്നത്. ഇപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ യമനിലേക്കാണ് ആക്രമണം നടത്തിയത്. അതായത് സിറിയയിൽ ഈ പറയുന്ന ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ യമനിൽ നിന്ന് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2000 കിലോമീറ്ററോളം ദൂരമുണ്ട് സിറിയയിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്താൻ. അപ്പോൾ അത്രയും ദൂരത്തേക്ക് മിസൈൽ വിക്ഷേപിക്കണമെങ്കിൽ ഭൂഖണ്ഡാന്തര മിസൈലേ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ, അമേരിക്കയുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആണവ ആയുധം വരെ ഉപയോഗിക്കാം. ഇവിടെ ഇവർക്ക് ആയുധങ്ങൾ ആരാണ് കൊടുത്തതെന്ന സംശയമുണ്ട്. കാരണം സിറിയയ്ക്ക് ഇറാനും റഷ്യയുമാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന യമനാണ്. അപ്പോൾ യമനിലെ സാന്നിധ്യം എന്ന് പറയുന്നത് ഹൂത്തികളാണ്. ഈ ഹൂത്തികളുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ഇറാനാണ്. അപ്പോൾ ഹമാസിനെ തീർത്തു, ഹിസ്ബുള്ളയെ തീർത്തു, ഇറാനിലെ മിലിഷ്യയെ തീർത്തു, ഇറാഖിലെ മിലിഷ്യയെ തീർക്കുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ആൾ പൊങ്ങി വരികയാണ് ഹൂത്തി. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹൂത്തികൾക്ക് നിലനിൽക്കുന്ന ആസ്ഥാനത്ത് ഒരു എന്താ പറയുന്ന ഒരു ആധിപത്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന കടലിൽ കൂടെ പോകുന്ന ഷിപ്പുകളെ ആക്രമിക്കാൻ പറ്റും. എല്ലായ്പ്പോഴും സൗദി അറേബ്യയ്ക്ക് മേൽ ആക്രമണം നടത്തുന്നത് യമനിൽ നിന്നുള്ള ഹൂത്തികളാണ്. തിരിച്ച് സൗദി അറേബ്യ ഇവർക്ക് തിരിച്ചടി കൊടുക്കും. സൗദിയിൽ കൂടുതലും സുന്നികളാണുള്ളത്, യമനിൽ ഷിയകളുള്ളത്. അങ്ങനെ സൗദിയും യമനും തമ്മിലുള്ള യുദ്ധത്തിൽ സൗദി ശക്തമായ ആക്രമണം അമേരിക്കൻ പിന്തുണയോടെ നടത്തിയിരുന്നു. അങ്ങനെ ഏതാണ്ട് 1.5 ലക്ഷം ഹൂത്തികളെ 1.5 ലക്ഷം ഹൂത്തികളെയാണ് ഈ പറയുന്ന യമനിൽ കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ സൗദി അറേബ്യ കൊന്നു തള്ളിയത്. ഇത് അമേരിക്കയുടെ പിന്തുണയാണ്. സത്യത്തിൽ ആ കൊലപാതകം എന്ന് പറയുന്നത് സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അപ്പോൾ സൗദി അറേബ്യയിലെ സുന്നികൾ ഈ പറയുന്ന യമനിലെ ഷിയ വിഭാഗക്കാരെ കൊന്നു. എത്ര? 1.5 ലക്ഷത്തോളം. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള വാർത്തകളൊന്നും അധികം പുറത്തേക്ക് വരുന്നില്ല. കാരണം ഇത് ഗൾഫ് കൺട്രീസിൽ, അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമാണ്. മുസ്ലിങ്ങൾക്കിടയിലുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നമാണ്. അതുകൊണ്ട് വലിയ ചർച്ചയായില്ല. പക്ഷേ അവിടെയുള്ള ഹൂത്തികൾക്ക്, അതായത് ഒരു മിലിഷ്യയ്ക്ക് സഹായം നൽകിക്കൊണ്ട് ഇറാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഹൂത്തികളെ ഉപയോഗിച്ച് സൗദി അറേബ്യയ്ക്ക് ചരക്കുമായി പോകുന്ന കപ്പലുകളെ ഇവർ ആക്രമിക്കും. എന്തിന്? ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകളെ പോലെ ആക്രമിക്കും. അപ്പോൾ ചെങ്കടൽ വഴിയാണ് നമ്മുടെ നാട്ടിലേക്കുള്ള പ്രധാന കപ്പൽ ഗതാഗതം. മൊത്തമുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ 20% നടക്കുന്നത് ഷിപ്പുകളിലെ കണ്ടെയ്നർ വഴിയാണ്. അപ്പോൾ ഷിപ്പ് ഗതാഗതത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. താരതമ്യേന ഒരു ചിലവ് കുറവാണ്, സേഫാണ്, കൃത്യസമയത്തൊക്കെ എത്തിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ഗുണം. അപ്പോൾ ചെങ്കടൽ വഴി പോകുന്ന ഈ ഷിപ്പുകളെ ഹൂത്തികൾ അവരുടെ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ഹൂത്തികൾക്ക് ആയുധം നൽകുന്നത് ഇറാനായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ ഇന്ത്യ ഇവിടുന്ന് 2 യുദ്ധക്കപ്പലുകളെ അങ്ങോട്ടേക്ക് അയച്ച് ഈ ഹൂത്തികളെ തുരത്തി ഓടിച്ചിരുന്നു. കാരണം നമ്മുടെ കപ്പലുകളെ, നമ്മുടെ യുദ്ധക്കപ്പലുകൾ, പിന്നെ വ്യാപാരത്തിനൊക്കെ പോകുന്ന ഷിപ്പുകളെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള വെസലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഹൂത്തികളെ തുരത്തണമെന്നുള്ളത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പ്ലാൻ തന്നെയാണ്. ഇല്ലെങ്കിൽ ഇവർ ഭാവിയിൽ ഭീഷണിയാവും. അതുകൊണ്ടാണ് 60 വിമാനങ്ങൾ അടങ്ങിയ ഒരു സ്ക്വാഡ്രൺ കഴിഞ്ഞ ദിവസം ഇവിടെ ആക്രമണം നടത്തിയത്. അതായത് ഹെയ്സസ്
ദഹ്ബാൻ എന്നീ പവർ സ്റ്റേഷനുകൾ ഏതാണ്ട് പൂർണ്ണമായും തകർത്തു. ദൊദൈദ എന്ന് പറയുന്ന തുറമുഖം, 3 തുറമുഖങ്ങളാണ് ഈ യമനിലുള്ളത്. അതിൽ ഈ ഹൊദൈദ എന്ന് പറയുന്ന തുറമുഖം ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞു. ഇനി റാസ് ഇസ എന്ന് പറയുന്ന എണ്ണ സംഭരണ കേന്ദ്രം, ഈ ഓയിൽ സംഭരിക്കുകയും അത് പ്യൂരിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കേന്ദ്രം, അവിടെയും ശക്തമായ ആക്രമണം നടത്തി. എന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് യമനെ ഏതാണ്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ഇസ്രയേൽ. കഴിഞ്ഞ വർഷം ഹൂത്തികൾ ഇസ്രയേലിന് നേരെ ഈ ആക്രമണമൊക്കെ നടത്തിയിരുന്നു, മിസൈലൊക്കെ വിടുമായിരുന്നു. പക്ഷേ ഇസ്രയേൽ അനങ്ങിയില്ല. കാരണം എന്താ വെച്ചാൽ ഒരേ സമയം ഹമാസുമായിട്ടും ഹിസ്ബുള്ളയായിട്ടും യുദ്ധം ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ ഇറാനും പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ പോയി യമനെ യുദ്ധം ചെയ്യാൻ ഇവർക്ക് സമയമില്ല. അതുകൊണ്ട് ഇവരങ്ങ് വിട്ടു. കൂടാതെ ഈ ഡിസംബർ 1-ാം തീയതി ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന് നേരെ തൊടുത്തു. പക്ഷേ ഇവരുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്, ആരോ അതുപോലെ ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ പറയുന്ന മിസൈലിനെ തകർത്ത് കളയും. കൂടാതെ 2 ദിവസം മുമ്പ് വീണ്ടും ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന് നേരെ തൊടുത്തു വിട്ടു. അത് ഇവരുടെ ചാരക്കണ്ണുകളൊക്കെ കണ്ടെത്തുകയും കടലിൽ വെച്ച് തന്നെ ഈ ആരോ എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനെ തകർക്കുകയും ചെയ്തു. അപ്പോൾ 2 ആക്രമണം തുടർച്ചയായി നടന്നപ്പോൾ ഒരു ചൊറിച്ചിലാണെന്ന് ആർക്ക് മനസ്സിലായി? ഇസ്രായേൽ മനസ്സിലായി. അതോടുകൂടി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇനി നമുക്ക് തിരിച്ചടിക്കാം. അപ്പോൾ അവരുടെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു, ഞങ്ങൾ എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ ആരെങ്കിലും കൈ പൊക്കിയാൽ ആ കൈ ഞങ്ങൾ ഛേദിക്കും. ആ കൈ ഉയർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോയില്ല. ഞങ്ങൾക്ക് നീണ്ട കൈകളുണ്ട്. അപ്പം ഞങ്ങളുടെ കൈകൾ കൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലവും നമുക്ക് ചുറ്റുമില്ല. എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ അവസ്ഥ കണ്ടല്ലോ, ഹമാസിൻ്റെ അവസ്ഥ കണ്ടല്ലോ, ഇറാഖിൻ്റെ അവസ്ഥ കണ്ടല്ലോ, ഇനി എവിടേക്ക് വരാം? സിറിയ കഴിഞ്ഞ് യമനിലേക്ക് എത്താം. ഇതാണ് ഈ കാറ്റ്സ് നൽകിയ ഒരു മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് പുലർച്ചെ ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ പറയുന്ന അറ്റാക്കിംഗ് ബോംബർ ജെറ്റ് വിമാനങ്ങളുണ്ട്, ഇവ എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങളാണ്. ഈ യുദ്ധവിമാനങ്ങൾക്ക് അകമ്പടിയായിട്ട് 2-3 വിമാനങ്ങൾ മുകളിലും താഴെയും സൈഡിലും ഒക്കെ ആയിട്ട് പോകും. കൂടാതെ 2000 കിലോമീറ്റർ ദൂരം പോയി ഫൈറ്റർ ജെറ്റുകൾ ബോംബ് വിക്ഷേപിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. അത്രയും ദൂരം പോവുക എളുപ്പമല്ല. അപ്പം ഫ്യുവൽ നിറയ്ക്കണം. അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഫ്യുവൽ നിറയ്ക്കാൻ കഴിയുന്ന വിമാനങ്ങളും ഇതിനകമ്പടിയായി പോയി. ഇത് തന്നെയാണ് നേരത്തെ ഈ പറയുന്ന സിറിയയ്ക്ക് മുകളിലൂടെ പറന്ന് ഇറാനിൽ പോയി ആക്രമണം നടത്തിയത്. അതേ മെത്തേഡ് അതേപോലെ യമന് നേരെ ഉപയോഗിച്ചു. ആ യമൻ നേരെ ഉപയോഗിച്ചപ്പോൾ അവിടെ തകർന്നത് 3 പോർട്ടുകളാണ്, 2 പവർ സ്റ്റേഷനുകളാണ്, എണ്ണ ഉൽപ്പാദക കേന്ദ്രങ്ങൾ, എണ്ണ പ്യൂരിഫൈ ചെയ്യുന്ന ആ കേന്ദ്രങ്ങൾ, ഇതെല്ലാം തന്നെ തകർത്ത് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ യമൻ്റെ സാമ്പത്തിക നിലയെ പൂർണ്ണമായും തല്ലി തകർത്തിരിക്കുകയാണ് ഇസ്രയേൽ. ഇനി അവർക്ക് എത്രത്തോളം ഉയർന്നു വരാൻ കഴിയുമെന്ന് അറിയില്ല. അപ്പോൾ ഹൂത്തികൾ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ഈ ഹൂത്തികളെ ഇല്ലാതാക്കണമെന്ന് കാലങ്ങളായുള്ള അമേരിക്കയുടെ ആവശ്യമാണ്. അപ്പോൾ അമേരിക്കയും റഷ്യയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളെല്ലാം തന്നെ കപ്പൽ ഗതാഗതത്തിന് ചെങ്കടലിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഹൂത്തികളുടെ ആക്രമണം ഉള്ളതുകൊണ്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന പ്രദേശം ചുറ്റി വേണമായിരുന്നു ഈ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ. അപ്പോൾ ചിലവ് കൂടുന്നു, കൃത്യസമയത്ത് എത്തുന്നില്ല, അതൊക്കെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഹൂത്തികളെ കൂടെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്താൽ ഈ ഇസ്ലാമിക തീവ്രവാദം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഇപ്പോൾ യമനിലേക്ക് ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ നിലവിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് 10 സിറിയൻ കൊല്ലപ്പെട്ടു, 3-4 പേർക്ക് പരിക്കേറ്റു. ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. വരും മണിക്കൂറിലായിരിക്കും നമുക്ക് ഇതിന്റെ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ എന്താണ് യമനിലേക്ക് ഇസ്രായേലിന്റെ അടുത്ത നീക്കം എന്നുള്ളത് അറിയാൻ സാധിക്കും.